ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ പടയാളികളെല്ലാവരും കൂടെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ നല്ല ചൂടുള്ള പൂരിയും കറിയും കഴിച്ച് റോഡിൽ നിന്നുകൊണ്ടും എങ്ങനെ പഠിക്കാമെന്നാണ് ഈ മഹാന്മാർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ അഭിനയമാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് ഒരിക്കലും അഭിനയമല്ല. അവർ കാര്യമായി ടെക്നോളജികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എക്സാം കഴിഞ്ഞ് ക്ഷീണം തീർക്കാൻ വേണ്ടി ക്യാൻറ്റീന് മുമ്പിലിരിക്കുന്ന മറ്റു ചിലർ ഇതാ റൂമിലെത്തി നേരെ അലക്കാനുള്ള തുണികളൊക്കെ അലക്കിയിട്ട് വീണ്ടും മേക്കപ്പ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ഞാൻ. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെങ്ങോട്ടാന്ന്. മറ്റെവിടെയല്ല, വെറും ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മണ്ടക്കാട് ഭഗവതിയെ ഒന്ന് നോക്കി ചായക്കടയിലേക്ക് നേരെ പോയി. അവിടുന്ന് നല്ല ബൂസ്റ്റും ഒരു ക്രീം ബണ്ണും കഴിച്ച് റോഡിലൂടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് തേരാപ്പാര നടക്കുക എന്ന് പറയുന്നത് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഹോബിയാണ്. അങ്ങനെ ഈ നടത്തത്തിനിടയിൽ എനിക്കിതാ ടൈഗർ ബാമിൻ്റെ പെട്ടിയിൽ നിന്നും ഇതാ ഇങ്ങനൊരു സാധനം കിട്ടി, നമ്മുടെ സ്വന്തം തെന്നിലിക്ക. അങ്ങനെ വീണ്ടും രാത്രിയായി. ഞങ്ങൾ വീണ്ടും ഇതാ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലായി. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒടുക്കത്തെ മഴയായിരുന്നു. വന്ന ഏതൊരു ബസ്സിൽ ഓടിക്കയറി ഞങ്ങളിതാ മണവാളക്കുറിച്ചി എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയാ എന്താ എവിടുന്നാന്നൊന്നും അറിയില്ല. അവസാനം ചില്ലും കൂട്ടി കിടന്ന് ശവായ കറങ്ങുന്ന കണ്ട് ഞങ്ങളിതാ ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസത്തെ ചിന്നദോശ പെരിയ ദോശ ചിന്നദോശ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ അൽഫാം ഓർഡർ ചെയ്തു. അൽഫാമും പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കിട്ടിയപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണ് വല്ലാതെ അങ്ങ് നിറഞ്ഞുപോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പിയായി. വീണ്ടും ഇതാ പുറത്തേക്ക് ബസ്സിന് വേണ്ടി ഇറങ്ങി നടക്കുകയാണ്. ഇവിടുത്തെ ബസ്സിൻ്റെ ബോർഡുകളിലെല്ലാം ഇംഗ്ലീഷിൽ എഴുതാത്തത് കൊണ്ട് തന്നെ മിക്ക ബസ്സുകളും കൈ കാണിച്ച് നിർത്തിയതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ മണ്ടേക്കാട് പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് ചോദിക്കുന്നത്. 3 ബസ് അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിലും 4ാമത്തെ ബസ് കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മണ്ടേക്കാട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ.